ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത് പറയാൻ പോകുന്നത് എന്താണ് ക്യാമറ എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം നമ്മുടെ മൊബൈലിൽ ഇപ്പം ഇതുമായിപ്പെട്ട ഫോണുകളെല്ലാം 2-3 ലെൻസുകളൊക്കെ വെച്ചിട്ടാണ് ക്യാമറ ഫോണുകളൊക്കെ ഇറക്കുന്നത്. അതുപോലെ തന്നെയാണ് ക്യാമറയുടെ കാര്യവും. ക്യാമറയ്ക്ക് ബോഡി പാർട്ട്, ലെൻസ് പാർട്ട് എന്ന് പറഞ്ഞ 2 പാർട്ടാണുള്ളത്. ഈ ലെൻസിൻ്റെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചാണ് നമ്മുടെ ഫോട്ടോ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോഡി ഇപ്പോൾ ഇച്ചിരി നല്ല കൂടിയതാണെങ്കിലും നമുക്ക് അതനുസരിച്ചുള്ള നല്ല ലെൻസുകളും കൂടി ഇട്ടാലേ നല്ല ഫോട്ടോ കിട്ടുള്ളൂ. അപ്പോൾ ഈ ബേസിക്കായിട്ട് നമ്മൾ ക്യാമറ ഒരു നല്ല കൂടിയ ക്യാമറ മേടിച്ചതുകൊണ്ടോ ഒന്നും നമുക്ക് നല്ല ഫോട്ടോ കിട്ടണമെന്നില്ല. നല്ല ലെൻസുകളൂടെ മേടിക്കണം. ലെൻസുകൾ തന്നെ ആർട്ട് ലെൻസ്, അങ്ങനെ കുറേ തിരിവുകളുണ്ട്. അതൊക്കെ ലെൻസിൻ്റെ ഒരു പാർട്ടിൽ പറയാം. ഇപ്പോൾ ബോഡി എന്താണ് ക്യാമറ എന്നുള്ളത് പറയാം. ഈ ബോഡി പാർട്ട് ക്യാമറയുടെ ലെൻസ് പാർട്ടോട് ചേർന്നിട്ടുള്ള രൂപമാണ് ക്യാമറ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിരിക്കുന്നത് മിറർലെസ് ക്യാമറയാണ്. മിറർലെസ് ക്യാമറയിലാണെങ്കിൽ നമുക്ക് മെമ്മറി കാർഡൊക്കെ ഇട്ടിട്ട് ഫോട്ടോസ് എടുക്കാം, മിറർ നേരെ വെച്ചാൽ വീഡിയോസും എടുക്കാം. അതിൻ്റെ ഒരു ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേഗമാണ് ഈ മിറർലെസ് ക്യാമറ എന്ന് പറയുന്നത്, ക്യാമറയുടെ തന്നെ. ഈ മിറർലെസ് ക്യാമറയ്ക്ക് കിട്ടുമ്പോൾ DSLR ആയിരുന്നുണ്ട്. അതിന് DSLRൽ ഒരു മിററൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ നോക്കിയാണ് ഫോട്ടോ എടുത്തുകൊണ്ട്. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഡിസ്പ്ലേയിൽ ഔട്ട്പുട്ട് കണ്ടോട്ട് ഫോട്ടോ എടുക്കാം. അപ്പം അതിന് മുമ്പ് SLR ആയിരുന്നു ഫിലിം ക്യാമറ. അത് എടുത്ത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന ഫോട്ടോ എന്താണെന്ന് പോലും കാണാൻ സാധിക്കും. അതിനൊക്കെ കുറേ തിരിവുകളുണ്ട്. DSLR, SLR, മിറർലെസ്. ഇപ്പം മിറർലെസ് വന്ന് നിൽക്കുന്നു. അപ്പം നമുക്ക് ലെൻസുകളും ബോഡി പാർട്ടും ഉണ്ടെന്ന് പറഞ്ഞു. ഈ ലെൻസ് പാർട്ടുകൾ നമുക്ക് ഈ 16, 24, 30, 35, 50, 85, 200 എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൂടി പോകും. ഇപ്പോൾ പറയുമ്പോൾ പെട്ടെന്ന് കൺഫ്യൂസ് ആകും. നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ ഉള്ളവർക്ക് ഇപ്പം ഞാൻ പറയുന്നതെന്നൊക്കെ മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് വീഡിയോസൊക്കെ കാണുക. ഞാൻ ഇത് തുടർന്നും ചെയ്യുന്നുണ്ട്, അപ്പം മനസ്സിലാവും. ഇതൊന്നും ഏകദേശം ഐഡിയ പറഞ്ഞു വിടുന്നതല്ലേ ഉള്ളൂ. നമ്മൾ പെട്ടെന്ന് കൺഫ്യൂസ് ആവുകയൊന്നും വേണ്ട. അപ്പം 16 എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം അടുത്തടുത്തിരിക്കുന്ന ഒബ്ജക്റ്റുകൾ, ഇപ്പോൾ ഇത്രയും ഒരു ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഒരു മിനിമം ഗ്യാപ്പിൽ വൈഡ് ഫോട്ടോ കിട്ടണമെങ്കിൽ 16, 24, 35 അങ്ങനെയുള്ളതൊക്കെ ഇടുക. 50 ആകുമ്പോഴത്തോറും ഇങ്ങനെ അകലം കൂടി നിൽക്കണം. 85 ഒക്കെ വരുമ്പോൾ നല്ല അകലം നിൽക്കണം. ഒരു മിനിമം 50 കഴിഞ്ഞിട്ടുള്ള ലെൻസുകൾ എന്ന് പറഞ്ഞാൽ ടെലി ലെൻസുകൾ അല്ലെ ആർട്ട് ലെൻസുകളാണ്. അപ്പോൾ അതിനൊക്കെ നല്ല ബൊക്കെ കിട്ടും. 7200 എന്നൊക്കെ പറഞ്ഞാൽ വെള്ള ലെൻസൊക്കെ കിട്ടില്ലേ. അത്ര ലെൻസുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ബേഡ്സിൻ്റെ ഫോട്ടോ എടുക്കുന്നത്. നല്ല രസമായിരിക്കും കാണാൻ. വെഡ്ഡിങ്ങിൻ്റെ അകത്തൊക്കെയാണെങ്കിൽ നമുക്ക് മിനിമം ഒരു 24/70, 24-25 എന്ന് പറയും. അതും ഒരു 85 ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കല്യാണ വർക്കൊക്കെ എടുക്കാൻ സാധിക്കും. അപ്പം നമുക്കൊരു ക്യാമറയ്ക്കകത്ത് മിനിമം നമ്മൾ ചുമ്മാ ഒരു കൗതുകത്തിനാണ് മേടിക്കുന്നത്. നമുക്ക് എൻട്രി ലെവൽ ക്യാമറകൾ മേടിക്കുക. അപ്പോൾ ക്യാമറയും ലെൻസും സഹിതമായിരിക്കും വരുന്നത്. ആ ലെൻസുകളും ക്യാമറയും മൊത്തത്തിൽ ക്വാളിറ്റി കുറവാണെന്ന് വെച്ചാൽ ബേസിക്കായിട്ട് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പഠിക്കാൻ നല്ലതാണ്. പ്രൊഫഷണൽ ക്യാമറ ആണെങ്കിൽ ബോഡി വേറെ, ലെൻസ് വേറെ, അങ്ങനെ തന്നെ നമ്മൾ മേടിക്കണം. അപ്പോൾ പ്രൈസും അതുപോലെ കൂടും. അതുപോലെ തന്നെ കെൽവിന് അങ്ങനെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡാണ് നമ്മുടെ പ്രൊഫഷണൽ ക്യാമറകൾ എന്ന് പറയുന്നത്. DSLR നമ്മൾ നോർമൽ നമുക്ക് കിട്ടുന്ന ഒരു എൻട്രി ലെവൽ ക്യാമറകളിൽ എനിക്ക് പറഞ്ഞാൽ ക്യാമറയുടെ രൂപം മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കൂടുതലും ഓട്ടോമാറ്റിക്കലാണ്. മാനുവൽ മോഡിൽ ഇട്ടാൽ പോലും കളറും സെൻസറിങ്ങും ഒക്കെ ഓട്ടോമാറ്റിക്കലാണ് പോകുന്നത്. നമുക്ക് പ്രൊഫഷണൽ ക്യാമറ അത് ഉപയോഗിച്ച് തന്നെ പഠിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ ലെൻസിൻ്റെ കാര്യം പറഞ്ഞാൽ ലെൻസിൽ തന്നെ നമുക്ക് പല തിരിവുകളുണ്ട്. ഇപ്പം എൻട്രി ലെവൽ ക്യാമറകൾക്ക് ഉപയോഗിക്കുന്ന ലെൻസുകളുണ്ട്. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള വില കുറഞ്ഞ ലെൻസുകളുണ്ട്. അതായത് ബേസ് ലെൻസുകൾ എന്ന് പറയും. അതുപോലെ തന്നെ പ്രീമിയം ലെൻസുകളുണ്ട്. അങ്ങനെ പ്രീമിയം ലെൻസുകൾ ഇട്ടെടുക്കുന്ന ഫോട്ടോയ്ക്ക് ഏത് ലോ ബഡ്ജറ്റ് ക്യാമറ ഇട്ടെടുത്താലും ഹൈ പിക്ചർ ക്വാളിറ്റി കിട്ടും. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതികൾ പോകുന്നത്. ഈ മിറർലെസ് ഇറങ്ങുന്നതിന് മുമ്പ് ക്രോപ്പ് സെൻസർ എന്ന് പറഞ്ഞായിരുന്നു ചില ക്യാമറകൾ പോയിക്കൊണ്ടിരുന്നത്. അതിനൊക്കെ വേറെ ലെൻസുകളും ഫുൾ ഫ്രെയിമിന് വേറെ ലെൻസുകളൊക്കെ ആയിരുന്നു. വെച്ചാൽ ഈ ലെൻസിൻ്റെ അകത്തും കുറേ മോട്ടറുകളുണ്ട് ഫോക്കസ് ആകാനൊക്കെ ഉള്ള. അപ്പോൾ അതിനുള്ള പവറോട് നമ്മുടെ ബോഡിയിലെ ബാറ്ററിയാണ് എടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇത് ഫോക്കസ് ആകുന്നു. ഓട്ടോ ഫോക്കസ്, അഡ്വാൻസ്ഡ് ഒക്കെ ഇറങ്ങുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ലെൻസുമൊക്കെ കുറച്ച് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നവർക്കറിയാം. ഇപ്പോൾ G Masterൻ്റെ സോണിയുടെ തന്നെ പ്രീമിയം ലെൻസാണ് G Master. ആ G Masterൻ്റെ തന്നെ ഇപ്പം 85ൻ്റെ G Master 2 ഇറക്കുന്നു, അല്ലെങ്കിൽ 7200 24-70 2 ഇറക്കുന്നു. എല്ലാ വേർഷനും 2 ഇറക്കുന്നു. ഈ 2 ഇറക്കുന്നു പറഞ്ഞാൽ ക്യാമറകൾ അപ്ഡേറ്റഡ് ആകുന്നുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് 120 ഫ്രെയിം എടുക്കാവുന്ന A93 എന്ന് പറഞ്ഞ ക്യാമറയൊക്കെ ഇറങ്ങി. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ അത്രയും സ്പീഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതും കൂടെ ഒപ്പിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് സ്പീഡ് ലെൻസുകൾ എടുക്കുന്നത്. കൂടുതൽ ഷാർപ്പ് ഇമേജസ് ഒക്കെ. ഇപ്പം അതിൻ്റെ G Master 2ൻ്റെയൊക്കെ ഡെമോ വീഡിയോയ്ക്കകത്തൊക്കെ കണ്ടാൽ അറിയാം, നല്ല പക്ക ഷാർപ്പ് ഫോട്ടോസാണ് വരുന്നത്.
അപ്പം സുഹൃത്തുക്കളൊക്കെ എടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ അടുത്ത് പോയി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതൊക്കെ വീഡിയോസൊക്കെ ഇനിയും വരുന്നതായിരിക്കും. ഇത് ബേസിക്കായുള്ള കാര്യങ്ങളങ്ങ് പറഞ്ഞു പോകുന്നുള്ളേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ക്യാമറ ഇപ്പം പഠിക്കാനുള്ളവരാണെങ്കിൽ സെക്കൻഡ് DSLR മേടിച്ചിട്ട് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. അത് ഒരു 25,000 രൂപ മുടക്കി മേടിക്കുന്നതായിരിക്കും നല്ലത്. മിറർലെസ് ഒന്നും എൻട്രി ലെവലൊന്നും മേടിക്കണ്ട. പിന്നെ പ്രൊഫഷണൽ യൂസേജിനായിട്ട് ഇറങ്ങുക എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഇച്ചിരി നല്ല ക്യാമറയും ലെൻസുകൾ മേടിക്കാം. വീഡിയോഗ്രാഫിയിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സോണി ക്യാമറകളും ഫോട്ടോഗ്രാഫിയിലേക്ക് ഇറങ്ങുന്നവർ കാനോൺ ക്യാമറകൾ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് രണ്ടും കൂടെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സോണിയുടെ 7M4 ഒക്കെ ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്യാവുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഈ വിഷയങ്ങളിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. ഓക്കെ, താങ്ക് യു.